കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താണ് പേര്? ഐശ്വര്യലക്ഷ്മി. ഇലവദേശം കൊട്ടാരത്തിലെ രാജകുടുംബാംഗമാണ് അല്ലേ? അതെ. ഈ നിൽക്കുന്ന ശിവദാസനെ എത്ര നാളായിട്ട് അറിയാം? 26 വർഷങ്ങളായി അറിയാം. ബഹുമാനപ്പെട്ട കോടതി, ഈ നിൽക്കുന്ന ഐശ്വര്യലക്ഷ്മി എന്ന രാജകുടുംബാംഗത്തിന് എന്റെ കക്ഷി ശിവദാസനെ കഴിഞ്ഞ 24 വർഷമായി അടുത്തറിയാം. അതായത് ജനിച്ച നാളു മുതൽ കൊട്ടാരത്തിലെ വിശ്വസ്തനായ ശിവദാസനെ ഐശ്വര്യലക്ഷ്മിക്ക് നല്ല ബോധ്യമുള്ളതാണെന്ന്. ഇത്രയും സ്നേഹനിധിയും വിശ്വസ്തനുമായ ശിവദാസനെ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കൊലപാതകിയായി സംശയിച്ചത് തന്നെ പൊറുക്കാനാകാത്ത, ഒരിക്കലും നീതീകരിക്കാനാകാത്ത തെറ്റായി ഐശ്വര്യലക്ഷ്മി കാണുന്നു. ഇലവദേശം കൊട്ടാരവുമായി എന്റെ കക്ഷിയായ ഈ നിൽക്കുന്ന ശിവദാസനുള്ള ബന്ധം അത്രയും ദൃഢവും വിശ്വാസതയുള്ളതുമാണ്. ഐശ്വര്യലക്ഷ്മി, ശിവദാസൻ കൊട്ടാരവുമായി അത്രയ്ക്ക് അടുപ്പം പുലർത്തിയിരുന്നു അല്ലേ? അതെ. ശിവദാസന്റെ സ്വഭാവം എങ്ങനെയാ? ഇയാള് ചതിയനാ. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച തമ്പുരാനെയും തമ്പുരാട്ടിയും കൊന്നൊടുക്കിയ നീചനാ ഇയാള്. ഇത് കോടതിയാണ്. കോടതിയിൽ അസത്യം വിളിച്ചു പറയുന്നത് ശിക്ഷാർഹമാണ്. കോടതിയില് അസത്യം വിളിച്ച് പറഞ്ഞാലല്ലേ അത് കുറ്റമാവുന്നുള്ളൂ. സത്യം പറയാലോ. അതോ അതിനും വിലക്കുണ്ടോ?